മുഖ്യമന്ത്രി പിണറായി വിജയന് ദുബൈയിൽ നൽകിയ പൌരസ്വീകരണം അധികാരികളുടെ കർശന നിരീക്ഷണത്തിലാണെന്ന് റിപ്പോർട്ട്. പൌരസ്വീകരണം നടന്ന ദുബൈ മീഡിയ സിറ്റി അങ്കണത്തിൽ ഇൻകുലാബ് സിന്ദാബ് എന്ന ജയ്വിളികൾ ഉയർന്നതും സിപിഎമ്മിന്റെ പാർട്ടി പതാക ഒരു അന്യരാജ്യത്ത് പരസ്യമായി ഉപയോഗിച്ചതുമാണ് അധികാരികളുടെ അന്വേഷണത്തിന് കാരണമായതെന്നാണ് പറയുന്നത്. ജയ്ഹിന്ദ് എക്സ്ക്ലൂസീവ്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ മൈതാന പ്രസംഗത്തിന്റെ ആവേശത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ ദുബായിൽ നൽകിയ പൌരസ്വീകരണം. ദുബായ് ഗവൺമെന്റിന് കീഴിലുള്ള മീഡിയ സിറ്റിയും ഗവൺമെന്റ് ഓഫീസുകളും ദുബായ് പ്രസ് ക്ലബ്ബും മറ്റും സ്ഥിതി ചെയ്യുന്ന അങ്കണത്തിലാണ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന ജയ്വിളികൾ ഉയർന്നത്. സിപിഎമ്മിന്റെ പാർട്ടി പതാകയായ അരിവാൾ ചുറ്റിക നക്ഷത്രമായിട്ടാണ് അനുഭാവികൾ എത്തിയത്. സംഘാടകർ പലവട്ടം ശ്രമിച്ചിട്ടും അനുഭാവികളുടെ ഈ ആവേശം നിയന്ത്രിക്കാൻ സാധിച്ചില്ല. യുഎഇ സ്വദേശികളായ പല മുതിർന്ന ഉദ്യോഗസ്ഥരും യുഎഇയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറും ഇത് കണ്ട് അമ്പരന്നു. മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ നൽകുന്ന പ്രമുഖ വ്യവസായികളെയും അതിഥികളായി വിളിച്ചുവരുത്തിയ വേദിയാണിത്. ഇവിടെയാണ് ഒരു രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായ നടപടികൾ അരങ്ങേറിയത് എന്നാണ് ആക്ഷേപം. യുഎഇയിലെ വിവിധ എമിറേറ്റുകളിൽ നിന്ന് സ്കൂൾ ബസ്സുകളിൽ മറ്റുമായിട്ടാണ് പാർട്ടി അനുഭാവികളെ കൊണ്ടുവന്നത്. ചിലർ ചുവപ്പ് മുണ്ടും ഷർട്ടും ധരിച്ച് സമ്മേളനത്തിലെത്തി. മുഖ്യമന്ത്രിയുടെ പൌരസ്വീകരണം ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പരിപാടിയുടെ വേദി സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നു. ഒടുവിൽ പരിപാടിയുടെ തലേദിവസമാണ് വേദി നിശ്ചയിച്ചത്. ഇതിൽ ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് അന്യരാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ ആവേശമോ പ്രകടനങ്ങളോ പാടില്ല എന്നത് തന്നെയാണ്. എന്നിട്ടും പൊതുസ്ഥലത്ത് നിയമലംഘനം നടന്നുവോ എന്നും അധികൃതർ പരിശോധിക്കും. മാത്രമല്ല, ദുബായിലെ സിപിഎം അനുഭാവ സംഘടനയ്ക്ക് നേരത്തെ തന്നെ പ്രവർത്തനത്തിലുള്ള ഔദ്യോഗിക അനുമതി ഇല്ല എന്നതും മറ്റൊരു കീറാമുട്ടിയാകും. ചില ഭാഗങ്ങളുണ്ടായ ചില മുദ്രാവാക്യം വിളികളും മറ്റൊക്കെ ഈ രാജ്യത്തെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടതല്ല എന്നുള്ളത് അതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ടായി തീരുമോ എന്ന് ആശങ്കപ്പെടുകയാണ്. നേരത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പ്രസംഗിച്ചപ്പോൾ ചില കോണുകളിൽ നിന്ന് RSS ശൈലിയിൽ മുദ്രാവാക്യ വിളി ഉയർന്നതും അധികൃതരുടെ നിരീക്ഷണത്തിന് വഴിവെച്ചിരുന്നു. ഏറെ നാൾ മുമ്പ് അണ്ണാ ഹസാരയ്ക്ക് അഭിവാദ്യമർപ്പിച്ച് ദുബായ് മംസാർ ബീച്ചിൽ പ്രവാസി ഇന്ത്യക്കാർ പ്രകടനം നടത്തിയതും രാജ്യവിരുദ്ധ നിയമപ്രകാരം നടപടിക്ക് കാരണമായി. ഇതിനിടെയാണ് ഇന്ത്യയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവും കേരള മുഖ്യമന്ത്രിയുമായ പിണറായിക്കായുള്ള ഈ പൌരസ്വീകരണം ഈ രീതിയിൽ ആയത്. രാഷ്ട്രീയ പാർട്ടികളോട് അനുഭാവമുള്ള പ്രവാസി സംഘടനകൾക്ക് ദുബായിൽ പ്രവർത്തിക്കുന്നതിന് കർശന നിയന്ത്രണമുണ്ട്. ഈജിപ്ത്, സിറിയ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലെ വിദേശ സംഘടനകൾ നേരത്തെ ദുബായിൽ നിരോധിച്ചതും ഇത്തരം അടിസ്ഥാന കാരണങ്ങളിലാണ്. ഇതിനിടെയാണ് ദുബായെ നടുക്കിയ ഇൻകുലാബ് സിന്ദാബാദ് എന്ന ജയ്വിളികളും പാർട്ടി പതാക ഉപയോഗമെന്നതും ഈ വിഷയത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു. ക്യാമറമാൻ ശ്രീജിത്ത് ലാലിനൊപ്പം എൽവിസ് ചുമ്മാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.